ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് മാത്രം, അതല്ലാതെ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ മാത്രം, SEO ആണെങ്കിൽ SEO മാത്രം. ഇപ്പോൾ സൽമാൻ കൂടുതലും പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതെ, പേഴ്സണൽ ബ്രാൻഡിങ്. ഇപ്പോൾ അറിയാം, ഹംസത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇപ്പോൾ ആസ് എ CEO ഇപ്പം .in എന്ന് പറയുന്ന ഒരു സ്ഥാപനം, .in ഡിജിറ്റൽ അക്കാദമി, ഇപ്പോൾ തൃശ്ശൂരാണ് സ്ഥാപനം. ഹംസത്തിന്റെ പേഴ്സണൽ ബ്രാൻഡ് ആ ഒരു ലെവലിലേക്ക്, ഇപ്പോൾ .inന്റെ CEO എന്ന ലെവലിലേക്ക് ഹംസത്ത് ബിൽഡ് ചെയ്തുകൊണ്ടാണ്. ഈവൻ എൻ്റെ DXito എന്ന് പറയുന്ന ഒരു സ്ഥാപനം പെർഫോമൻസ് മാർക്കറ്റിംഗ് ഏജൻസിയാണ്. അപ്പോൾ അതിൽ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ പേഴ്സണൽ നീഷിലേക്ക് ഞാൻ മാറ്റി വെച്ചതാണ്. ഇതുപോലെ മൈക്രോ നീഷ്ഡ് ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും സ്പെസിഫൈഡ് നീഷ് ഉണ്ടാവണം. അതിനനുസരിച്ച് മുന്നോട്ട് പോയാലേ ചിലപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്താവാൻ പറ്റുള്ളൂ, നമുക്കായിട്ടുള്ളൊരു സ്പേസ് കണ്ടെത്താൻ പറ്റുള്ളൂ. കാരണം മൾട്ടിപ്പിൾ നീഷിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്യില്ല. ആളുകൾ വിചാരിക്കും ഇയാൾ എന്താ ചെയ്യുന്നത്, തീർച്ചയായിട്ടും ആർക്കും മനസ്സിലാവില്ല ഇയാൾ എന്താ ചെയ്യുന്നുള്ളത്. ഞാൻ ഇപ്പോൾ എപ്പോഴും കാണുന്ന പല ബിസിനസ്സുകാരും അല്ലെങ്കിൽ ഓണ്ടർപ്രണേഴ്സും എന്താ വെച്ചാൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരുടെ എന്താ പറയുക പ്രൊഫൈൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. കാരണം ഒരു 10-15 ഒന്നുണ്ടാവും പൊസിഷൻസ് ഉണ്ടാവും. പക്ഷെ ആളുകൾക്ക് വ്യക്തമായിട്ട് ആ ഒരു വ്യക്തിനെ കുറിച്ച് എന്താണത് എന്ന് പറയുമ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളുടെയും പ്രശ്നം അതാണ്. അപ്പൊ അവരെ ഞാൻ എന്ത് ചെയ്തു, ഒരു മൈക്രോ നീഷിലേക്ക് മാറ്റാണ്. ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ആണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് മാത്രം, അതല്ലാതെ കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ മാത്രം.